ഇനി അതിനൂതനമായ ഒരു വോട്ട് പിടുത്ത രീതിയെക്കുറിച്ചാണ്. പല അടവുകൾ പയറ്റുനോക്കി. ഇത് പൂഴിക്കടകനാണ്. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി സ്വയം പാട്ടുപാടി വോട്ട് പിടിക്കാൻ ഇറങ്ങുകയാണ്. പണ്ടോട്ടേയുള്ള ഒരു രീതിയാണ് ഈ വയറ്റത്തെ കടിച്ച് പാടുക എന്നറിയില്ലേ, അതുപോലൊന്ന്. കഴിഞ്ഞ തവണയും ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളായിരുന്നു. 5000-ലധികം വോട്ടുകൾക്കാണ് അവിടെ എനിക്ക് പരാജയം സംഭവിച്ചത്. അപ്പോൾ ഞാൻ എന്റെ വോട്ടർമാരോട് അടിവരയിട്ടുകൊണ്ട് ഇത്തവണ എനിക്കൊരു അവസരം വേണം എന്നുള്ള ഒരു വിനീതമായ റിക്വസ്റ്റാണ് ഈ ഗാനത്തിലൂടെ വോട്ടർമാർക്ക് മുമ്പിൽ വെക്കുന്നത്. കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്. നാട്ടിൽ വികസനം പറയും വാക്കുകളോ മുഴുവൻ ഇവിടെ നടത്തിയിടാ. വാക്കുകളൊന്നും പൊഴിവാക്കല്ല, കാണിക്കുന്നൊരു വാക്കാ. അലറി വിളിച്ച് നാലാൾ കേൾക്ക് ബടായി പറയുന്നോനല്ല. വളരെ വികാരഭരിതമായ ഒരു വരികളാണ് പ്രിയപ്പെട്ട ഇതിന്റെ അണിയറ പ്രവർത്തകർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. മണ്ണിൽ ഞാനുണ്ടെങ്കിൽ കുടിവെള്ളം ഞാൻ എത്തിക്കാം. ഇവിടെ ഞാൻ ജയിച്ചു വന്നാൽ ഞാൻ വികസിപ്പിക്കാം. ൂരിൻ തെളിവേകാൻ ഏഴകായി നിങ്ങളുണ്ടോ, വിനയാതെ മറയാതെന്നും നിങ്ങളെ കൂടെ ഞാനുണ്ടല്ലോ. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടുമറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. ഈ മണ്ഡലം നന്മയിലാക്കാൻ വോട്ടുകൾ UDF-ൽ അടയാളം തന്നെ. നമ്മുടെ ചിഹ്നം ചിഹ്നമതാ. എതിരൊന്നും പറയാതെ നിങ്ങളുടെ അരികിൽ ഞാനുണ്ട്. ചിരിതൂകും മൊഞ്ചുള്ളൊരു മണ്ഡലമായി ഞാൻ മാറ്റിയിടാം. ചിരിതൂകും മൊഞ്ചുള്ളൊരു മണ്ഡലമായി ഞാൻ മാറ്റിയിടാം. ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അന്യനാട്ടുകാർക്ക് എന്നെ അറിയാം, എന്റെ കവിതകളെയും. അതിന്റെ തെളിവാണ് ഈ ബൊക്കയും ഈ മാലയും. അവസരം തന്നാൽ നാട്ടിൽ വികസനം കാണിക്കാം. പറയും വാക്കുകളോ മുമ്പിൽ വ്യക്തിയിടാം. വാക്കുകളൊന്നും പൊഴിവാക്കല്ല, കാണിക്കുന്നൊരു വാക്കാ. അലറി വിളിച്ച് നാലാൾ കേൾക്ക് ബടായി പറയുന്നോനല്ല. ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. ഒരു വീക്കണില്ലേ അത്ര നീട്ടണ്ടല്ലേ? നീട്ടണമെന്നല്ല, താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ബാലെ ബാലെ ഇങ്ങടാ ഞാൻ പാടിത്തരാം. ആരും നീ ഭദ്ര കേക്ക്. ഏഴകായി നിങ്ങളുണ്ടെന്നും നിങ്ങളെ കൂടെ ഞാനുണ്ടല്ലോ. മനസ്സിൽ ഒട്ടും കള്ളവുമില്ല. മാറ്റം വന്നില്ലെങ്കിൽ മണ്ഡലം ചിതലായി തീർന്നിടും. അവസരം തന്നാൽ ദർബാർ രാഗത്തിൽ ഒരു സാധനം അങ്ങോട്ട് അലക്കി പാടി മുഴുവിക്കാൻ വിട്ടില്ല, ഇങ്ങനെ അങ്ങോട്ട് ചേർത്തങ്ങോട്ട് പിടിച്ചു. തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ വ്യത്യസ്തമായ പല രീതികളും പലരും അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ ഒരു ശ്രമം വോട്ടർമാർ ഏറ്റെടുക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. അതെ, ഇത് തികച്ചും വ്യത്യസ്തമായ രീതിയാണ്, ഉറപ്പാ. കാരണം ഈ പാട്ട് താങ്കളുടെ വോട്ടർമാരെ ആദ്യം കേൾപ്പിക്കുക, എന്നിട്ട് ഞാൻ പാടാതിരിക്കണമെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുക. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കും, സംശയമില്ല.